ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഒരുപാട് പേര് ചോദിച്ചു കോളേജിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ബാഗ്, ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗ്, അങ്ങനെയുള്ള ബാഗുകളാണ് കുറെ പേര് ചോദിച്ചത്. കാരണം അവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇന്ന് കാണിക്കുന്നത് അങ്ങനത്തെ ബാഗുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുകൊടുക്കാം. ഫസ്റ്റ് കാണിക്കുന്ന ബാഗ് ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ബാഗാണ്. ഇങ്ങനത്തെ ഈ ടൈപ്പ് ബാഗുകൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഡിസൈൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇതിന്റെ ഡിസൈനിൽ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ 3 ബട്ടൺ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിബ് ഉണ്ട്. പിന്നെ ഇതിന് 2 സിബാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കുട ഇടാം, വെള്ളം കുപ്പി ഇടാം. അതുപോലെ വലിയ ബുക്കുകൾ, ഒരു A4 സൈസ് പേപ്പറിന്റെ വലിപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, വലിയ ബുക്കുകൾ, ടിഫിൻ ബോക്സ്, എല്ലാ സാധനങ്ങളും നമുക്ക് വെക്കാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ ഇതുപോലെയാണ് തോളിലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയാറുള്ളത് പോലെ ഇത് റെക്സിനിലുള്ള ബാഗ് ആണെങ്കിൽ പോലും ഇത് നല്ല കൂടിയ റെക്സിനാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ വളയ്ക്കാം, ഇങ്ങനെ ഒടിക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 650, 650. ഇതേ മോഡലില് വരുന്ന വേറെ ഷെയ്ഡുകളാണ്. ഒരെണ്ണം ഡാർക്ക് നേവി ബ്ലൂ, ഇതുപോലെ ഫ്രണ്ടിൽ 3 ബട്ടൺ, പിന്നെ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ്, അതില് ഫ്രണ്ടിൽ 3 ബട്ടൺ. ഇങ്ങനെയുള്ള 3 ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 650, 650. നെക്സ്റ്റ് ബാഗ്, ഈ ബാഗ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അന്ന് ഇത് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇതും കോളേജിലേക്ക് ഉപയോഗിക്കാൻ, ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ബാഗാണ്. നേരത്തെ കാണിച്ച ബാഗിന്റെ പോലെ തന്നെയുള്ള സ്പെസിഫിക്കേഷൻ ആണ്. ഇതും റെക്സിനിൽ വന്നിരിക്കുന്ന ബാഗാണ്. പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. നമുക്കതുമ്മ പിടിക്കുമ്പോഴാണ് ഇതിന്റെ ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലൊരു എംബ്രോയിഡറി ആണ്. ഇപ്പം ചിലപ്പോൾ അടുത്ത കോഫി കളർ ബാഗ് എടുക്കുമ്പോൾ ഇതിന്റെ എംബ്രോയിഡറിയുടെ കളർ മാത്രമാണ് വ്യത്യാസം വരിക. വേറെ എല്ലാ സ്പെസിഫിക്കേഷനും ഒരുപോലെ തന്നെയാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സിബ് ഉണ്ട്. നടുവില് 2 കള്ളിയാണ്. ഇതിലും നമുക്ക് വെള്ളം കുപ്പി, 3 ഫോൾഡിന്റെ കൊട, അതുപോലെ വലിയ A4 സൈസ് പേപ്പർ, വലിയ ബുക്ക്, ഇതെല്ലാം നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ്. അതുപോലെ തന്നെ ഓഫീസിൽ കൊണ്ടുപോകുന്നവർക്ക് പോകാൻ പറ്റിയതാണ്. ഇതും അതെ, ഇങ്ങനെ നമ്മൾ ഷോൾഡറിൽ ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുക. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കോഫി ബ്രൗൺ ആണ്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു നേവി ബ്ലൂ ആണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് വരുന്നത് ഒരു മൗ ഷെയ്ഡാണ്. പിന്നത്തത് വരുന്നത് ഒരു മഡ് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡുകളിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. 650 രൂപയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത്, 650. ഇതിൽ ഇനിയിപ്പോ ഇതില് മഡ് ബ്രൗൺ കളർ ബാഗിൽ വന്നിരിക്കുന്നത് ഇപ്പൊ പിങ്ക് കളർ എംബ്രോയിഡറി ആണെങ്കിൽ, ചിലപ്പോ അടുത്തതിൽ വരുമ്പോ വേറെ ഏതെങ്കിലും ഇങ്ങനെയുള്ള കളറോ അല്ലെങ്കിൽ ഈ എംബ്രോയിഡറി, അങ്ങനെ എംബ്രോയിഡറികൾക്ക് മാത്രമാണ് ഇതിൽ മാറ്റം വരിക. ബാഗുകളെല്ലാം സെയിം ബാഗ് തന്നെ, സ്പെസിഫിക്കേഷൻ സെയിം തന്നെ. അപ്പോൾ ഇതൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഫീൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതെല്ലാം റേറ്റ് വരുന്നത് 650. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ഓഫീസ് ബാഗും കോളേജ് ബാഗും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന് ഇതുപോലെ 2 വാറാണ് ഉള്ളത്. ഇതിന്റെ ഡിസൈൻ ഇപ്പൊ ഈ കാണിച്ച ബാഗുകളിലൊക്കെ ഡിസൈൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഫാബ്രിക് സെയിം ആണ്, ക്വാളിറ്റി സെയിം ആണ്, എല്ലാം ഒരുപോലെ തന്നെയാണ് എല്ലാ സ്പെസിഫിക്കേഷനും. ഇതിന് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു പൂക്കെട്ട് കെട്ടിയിരിക്കുന്നത് പോലെയാണ്, റിബൺ കെട്ടി വെച്ചത് പോലെയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇതിന്റെയും ബാക്കിൽ ഒരു ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ സെന്ററിൽ 2 കമ്പാർട്ട്മെന്റ് വേറെയുണ്ട്. ഇതിലും അത് 3 ഫോൾഡിന്റെ കൊട, വെള്ളം കുപ്പി, ബുക്ക്, A4 പേപ്പർ എല്ലാം കൊള്ളുന്നതാണ്. നമുക്ക് കോളേജിൽ പോകുമ്പോഴോ ഓഫീസിൽ പോകുമ്പോഴോ കൊണ്ടുപോകാൻ പറ്റിയ ബാഗാണ്. അപ്പോൾ ഇത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൽ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് 650. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഇതുപോലെ കുറെ ബോയ്സിനും യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകൾ, കുട്ടികൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിന്റെ വീഡിയോ കാണിച്ചായിരുന്നു. അപ്പോൾ കുറെ പേരുടെ എൻക്വയറി ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഇപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല, എങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. പ്രസ് ബട്ടൺ ആണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ
ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ ഇത് നമുക്കിങ്ങനെ ഇതിന്റെ നല്ല ലെങ്ത് ഉള്ള സ്ലിംഗ് ആണ് കേട്ടോ. നമുക്ക് ക്രോസ് ചെയ്ത് ഇടാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഇടാം. അതല്ല എങ്കിൽ ഇങ്ങനെ സൈഡിൽ മാത്രം ഇടണമെങ്കിൽ നല്ല ലെങ്ത് ഉള്ള സ്ലിംഗ് ആണ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ 2 കള്ളിയാണ്. ഇതാ ഇതിന്റെ ഉൾവശത്ത് 2 പോർഷനാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ മുഴുവൻ പേപ്പറുകൾ കുത്തി നിറച്ചിരിക്കുന്നതുകൊണ്ട് നല്ലോണം സ്പേസ് ഉണ്ട്. ഇതില് നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സോഫ്റ്റ് ആണ് ഈ ബാഗ്. പിന്നെ ഇതിന്റെ ബാക്കിലും ഇതുപോലെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 610. ഇനി ഇതിൽ തന്നെ ഇതിപ്പോ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇനി ഇതിന്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ആണ്. നല്ല ഭംഗിയുള്ള 2 ഷെയ്ഡുകളാണ്. യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകളാണ്. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഇതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇതും യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ബാഗാണ്. ഇതാ ഇതുപോലെ ഇടാനും ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഷോൾഡറിൽ ഇടാനും പറ്റുന്ന തരത്തിലുള്ള ബാഗാണ്. ഇതിന്റെ സ്ട്രാപ്പ് ഇതാ ഇങ്ങനെ കുറച്ച് വീതിയുള്ള സ്ട്രാപ്പാണ്. ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റിന്റെ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണ്. ഇതില് ഇതാ ഒരു പ്രസ് ബട്ടൺ ആണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൗച്ച് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇതില് സെന്ററിൽ ഒരു കള്ളിയാണ് ഇതിലുള്ളൂ കേട്ടോ. 610ന്റെ ഇതിനേക്കാൾ വലിയ ബാഗ് കാണിച്ചതിൽ 2 കള്ളിയുണ്ട്. ഇതില് ഒരു കള്ളി മാത്രമാണ് ഉള്ളത്. ഇതിന്റെ ഉള്ളിൽ നിറച്ച് പേപ്പറുകൾ കുത്തിവെച്ചിരിക്കുകയാണ്. ഇതാ ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇതാ ഇതിൽ നല്ലോണം സ്പേസ് ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് ബോയ്സിനായാലും ഗേൾസിനായാലും പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന, ഇപ്പോൾ ബോയ്സ് ഗേൾസ് എന്നല്ല വലിയവരും ഇങ്ങനത്തെ ബാഗുകൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു പൗച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ ബാഗിന്റെ റേറ്റ് വരുന്നത് 585. ഞാൻ ആദ്യം കാണിച്ച ബാഗും ഈ ബാഗും തമ്മിലുള്ള സൈസിന്റെ വ്യത്യാസം കണ്ടോ? ഇതാ ആദ്യം കാണിച്ച ബാഗ് 610ന്റെ ബാഗ് ഇതിനേക്കാൾ വലുതാണ്, അതിനേക്കാൾ ചെറുതാണ് ഈ 585ന്റെ ബാഗ്. ഇനി ഇതിൽ വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ ഒരു ഷെയ്ഡ് ഇതാണ്, വേറൊരു ഷെയ്ഡ് കോഫി ബ്രൗൺ ആണ്, പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് ഗ്രേ ആണ്. ഇങ്ങനെ 4 ഷെയ്ഡാണ് ഈ 585 രൂപയുടെ ബാഗുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ബാഗുകളാണ്, യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഇതാ ഒരു നല്ലൊരു കോഫി ബ്രൗണിൽ ഒരു ബ്ലാക്കിന്റെ ഷെയ്ഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ബാഗിന്റെ വ്യൂ വരുന്നത്. ഇത് നമുക്ക് ഓഫീസിൽ ജോലിക്കായിട്ട് പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇത് ഇങ്ങനെ നമുക്ക് ക്രോസ് ചെയ്തും ഇടാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോൾഡറിൽ ഇടും. നല്ല ലെങ്ത് ഉള്ള സ്ലിംഗ് ആണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു പ്രസ് ബട്ടൺ ആണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ, ഇതിൽ നമുക്ക് എന്തെങ്കിലും സാധനം വെക്കാം. പിന്നെ ഇതിന്റെ ഈ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ 2 പ്രസ് ബട്ടൺ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അത് കൂടാതെ പിന്നെ ഈ ബാഗിന്റെ സെന്ററിൽ ഇവിടെ ഒരു സിബാണ്. സെന്ററിൽ ഒരു സിബാണ്. ഈ സിബ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് വീണ്ടും സെന്ററിൽ ഒരു സിബ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ട ഒരു ടാബോ അല്ലെങ്കിൽ ചെറിയ സൈസ് കുറവുള്ള ലാപ്ടോപ്പോ ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് പൗച്ചാണ് ഒരു പോർഷൻ ഇതിലുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പുറത്ത് ഇതുപോലെ നല്ല സ്പേസ് ഉണ്ട്. ഈ ഭാഗത്ത് ഈ ഫ്ലാപ്പിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് വെൽവെറ്റ് ആണ്. കണ്ട ഇതുപോലെയാണ്. നല്ല ബാഗാണ്, നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 830. ഇനി ഇതിൽ തന്നെ ഇതിപ്പോ ഞാൻ ഫസ്റ്റ് കാണിച്ച ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഒരു ബ്ലാക്ക് ടിന്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉള്ളതാണ്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. എല്ലാ സ്പെസിഫിക്കേഷനും ഒരുപോലെ തന്നെയാണ്. അപ്പം ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു പ്രസ് ബട്ടൺ ആണ്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം ആണ്. ഇതിന്റെയും റേറ്റ് വരുന്നത് 830. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്